ഇങ്ങനെ കാണുമ്പോൾ റോഡാന്ന് വിചാരിക്കണ്ട, വെള്ളമാണിത്. നോ എൻട്രി ബോർഡ്, റോഡ് ഗതാഗതം നിരോധിച്ചിരിക്കുന്നു, PWD അറിയിപ്പ് വെച്ചിട്ടുണ്ട്. ഇത് എവിടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുള്ള് പാടാണ് കേട്ടോ. ഈ പുള്ള് പാടത്തേക്കടെ ഒരു 2 മാസമായിട്ട് വണ്ടികളൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബ്ലോക്ക് വെച്ചേക്കായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ടയറിൻ്റെ ഒപ്പം വെള്ളം ഉണ്ടായിരുന്നു. എന്നാലും പോകാൻ പ്രശ്നമൊന്നുമില്ല, ഒരു സൈഡ് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ പുള്ള് വശത്തേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഫുൾ അടച്ചിട്ടേക്കാണ്. ഒറ്റ ആൾക്കാർ ഇല്ല നിലവിൽ. അപ്പം ഞങ്ങൾ എന്തായാലും വെള്ളത്തിൽ കൂടെ ഇനിയുള്ള യാത്രയാണ്. അവിടെ ഒരു വണ്ടി പോകണ്ട, വണ്ടി പോയി കഴിഞ്ഞിട്ട് പോയിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും നിൽക്കും. സ്കൂട്ടറാണോ? പിന്നെ അത് തന്നെയല്ല, അവർ നിൽക്കുന്ന സമയത്ത് നമ്മളങ്ങനെ പാസ് ചെയ്ത് അവരുടെ മേത്തേക്ക് ഫുൾ വെള്ളം ആവുകയും ചെയ്യും. അങ്ങനെ 2 പ്രശ്നമുണ്ട്. അതെന്താണ് അവരവിടെ നിൽക്കണേന്ന്, കരയ്ക്കാണല്ലേ. അപ്പൊ നമുക്ക് പോവാം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും ദിവസം മുതൽ വെള്ളം സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിന്റെ മെയിൻ സ്ഥലം ഇവിടെയാണ്. എനിക്ക് തോന്നുന്നു അധികം ദൂരമൊന്നുമില്ല, ഒരു 100 മീറ്റർ 100-200 മീറ്റർ ഉണ്ടാവും മാക്സിമം. അപ്പൊ ഇവിടുന്ന് മുതൽ വെള്ളം തുടങ്ങി തള്ളി പോവാ. ആ ചേട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ഒതുക്കാൻ പറ്റില്ല. പിന്നെ അത് തന്നെയല്ല, നമുക്കാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ലേശം സ്ലോ ആക്കി ഇങ്ങനെ മെല്ലെ പോവാന്ന് പറഞ്ഞാൽ ഇവിടെയാണ് മെയിൻ ആയിട്ട് വെള്ളം ഉള്ളത്. ഈ ഒരു മോട്ടോർ പേരയാണ് ഇത് ശരിക്കും പറഞ്ഞു. അല്ല, ഇത് മോട്ടോർ പേരയല്ല, ഇത് മോട്ടോർ പേരയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഇത് ചെയ്യണതാണോ? അങ്ങനത്തെ ഒരു സ്ഥലം ഇത്. അപ്പൊ അവിടെയാണ് ഏറ്റവും അധികം വെള്ളം. അത് സാധാരണ എപ്പോഴും ഇവിടെ തന്നെയാണ് കേട്ടോ വെള്ളം ഉണ്ടാവാറ്. അപ്പൊ അതേപോലെ തന്നെ വീണ്ടും ഇവിടെയും വെള്ളം തന്നെയാണ്. ഇങ്ങനെ കാണുമ്പോൾ റോഡാന്ന് വിചാരിക്കണ്ട, വെള്ളമാണിത്. പിന്നെ അധികം ദൂരമൊന്നും ഇല്ലാത്ത കാരണം പേടിക്കാനൊന്നുമില്ല. പിന്നെ പെടച്ച് പോകാൻ പോകണമെങ്കിൽ നമ്മുടെ ഇതങ്ങോട്ട് വൈപ്പർ അങ്ങോട്ട് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടയ്ക്കാം നമുക്ക്. കേട്ടോ, അങ്ങനെ ആകുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇതിൽ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ബ്രേക്ക് കിട്ടില്ല. ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്കിൽ നിറച്ചും വെള്ളം കയറുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ തീരെ ബ്രേക്ക് ഉണ്ടാവില്ല. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടി ആരെങ്കിലും ഓടിച്ചിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുമ്പോൾ ശ്രദ്ധിച്ചോളൂ, ബ്രേക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മെല്ലെ ബ്രേക്കുമ്പോൾ കാല് വെച്ച് ഓടിച്ച് ഡ്രമ്മ് ചൂടാക്കി കഴിഞ്ഞാലാണ് ഫുള്ള് ബ്രേക്ക് കിട്ടുള്ളൂ. ഇന്നോവയ്ക്ക് അവിടെ ഇട്ടേക്കാണ്, പോകണില്ല അവര്. എന്തായാലും ഇത് ഇവിടം വരെയാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ബ്ലോക്ക് വെച്ചിട്ടുള്ളത്. നമ്മൾ നേരെ ഈ ബ്ലോക്ക് കണ്ടിട്ട് ഇങ്ങോട്ട് എടുത്തതാണ്. അപ്പൊ കുറച്ച് ദൂരത്ത് വെള്ളമുണ്ട്. അത് വെള്ളത്തിൽ ഓടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പോകും. ഈ വഴിക്കും ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ റോട്ടിലേ വെള്ളം അല്ലേ. ഏതാ റോഡ് ഏതാ? ഇവിടെ പോകുമോ? ഇവിടെയും ബ്ലോക്ക് വെച്ചിട്ടുണ്ടോണ്ടല്ലേ? ഇല്ല, വലിയ കാര്യമായിട്ടില്ല. കുറച്ച് അവിടെ ഇവിടെയൊക്കെ വെള്ളം കയറിയത് മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട്. ഇവിടെ ഉണ്ടോ? ഇത്ര ദൂരം ഉള്ളൂ തോന്നണ്ടാ അല്ലേ? വലിയ കൂടുതലൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ മഴ മാറിയിട്ട് ഒരു 3 ദിവസത്തിന് മേലെയായി. 2-3 ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും വെള്ളം അങ്ങോട്ട് റോട്ടിൽ നിന്ന് ഫുള്ള് ഇറങ്ങി പോയിട്ടില്ല. ഇല്ല, ഇവിടെ നിന്നും വെള്ളമില്ല. വെള്ളമില്ലാത്ത റോട്ടിൽ കിടപ്പ് പോയിട്ടാണെന്തേ പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പൊ നമുക്ക് തിരിച്ചു പോകാതാവും നല്ലത് അല്ലേ? ഏത് അവിടേക്ക് വഴിയൊന്നുമില്ല. ഇതോ, ഇത് നമ്മുടെ ഇവിടേക്ക് അമ്മാടത്തേക്ക് കുറേ വളഞ്ഞു വരണം. അത് വേണ്ട, നമുക്ക് ഇവിടെ തിരിച്ചു പോകാം. അത് തന്നെയല്ല, ഇവിടെ നിന്ന് ഈ പാടം ക്രോസ് ചെയ്താൽ പിന്നെ ഒരു ഉള്ളുവഴിയാ, വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകണം. ഇവിടെ ഇട്ട് തിരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ചെളിയിൽ വീണ്ടും ഇട്ട് തിരിക്കണം. ഇന്ന് വണ്ടി കഴിയല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നിട്ട് ചെളിയാക്കണ്ടല്ലോ. സംഭവം വണ്ടി മഴയത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കഴുകാം. അല്ല, ഇവിടെ തിരിക്കാം അല്ലേ? അല്ല, അതപ്പുറത്ത് തിരിക്കാൻ സ്ഥലമുള്ള സ്ഥലത്ത് തിരിക്കാം. ഇനിയിപ്പോൾ ചെളിയിൽ കിടന്ന് മാതാൻ നിൽക്കണ്ട. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മഡ്ഗാർഡിൻ്റെ അടിയിൽ ഫുൾ ചെളിയാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഇവിടേക്ക് ബാക്ക് വയ്ക്കാം. ഞങ്ങൾ ഇതിലെ പോയിട്ട് ആ വണ്ടിയും കൊണ്ട് ഈ വഴിക്ക് പോകാൻ പറ്റും. ഈ വഴിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ചെന്ന് കയറും. എന്താ സ്ഥലത്തിൻ്റെ പേര്? അമ്മാടത്തു നിന്നൊക്കെ അങ്ങോട്ട് നമ്മുടെ മനക്കൊടി അല്ല, ആ സ്ഥലത്തിന്റെ പേര് മറന്നു പോയി. ഇങ്ങോട്ട് ആ സ്ഥലത്തിന്റെ പേര് മറന്നു പോയല്ലോ. നമ്മളൊരു ദിവസം വെള്ളം കയറിയിട്ടേ ഇതില്ലേ, വണ്ടി പോകാൻ പറ്റാണ്ട് നിന്നില്ലേ, ആ സ്ഥലത്തിന്റെ നെടുപുഴ സൈഡിലേക്ക് എത്താൻ പറ്റും. അതിൽ പോയാൽ അതിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബണ്ടിന്റെ മുകളിൽ കൂടിയുള്ള വഴിയാ. ടാറിങ്ങോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല.
പാറളം ഗ്രാമപഞ്ചായത്ത്. അതെ, അരിമ്പൂര് ഗ്രാമപഞ്ചായത്തിലേക്ക്. അപ്പുറത്തെ ഏതായിരുന്നു? പാറളം. രണ്ട് ഗ്രാമപഞ്ചായത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു. അപ്പൊ നൈറ്റിൽ ഇങ്ങനെ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ കറങ്ങാൻ ഇറങ്ങിയ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളമുള്ള സ്ഥലത്തേക്കൂടെ കണ്ട് വെള്ളത്തേക്കിടയ്ക്ക് ഒന്ന് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ആൾക്കാർ മെത്തേക്ക് ഒന്ന് വെള്ളം ആക്കാണ്ട് മെല്ലെ ഓടിക്കണമെങ്കിൽ ഇപ്പോഴേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ കാണാൻ വരുന്നവരെ മെത്തേക്കൊക്കെ വെള്ളം ചീറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വന്നു. വെള്ളം കയറിയിട്ട് കുറെ നാളെ വണ്ടി ഫുൾ ബ്ലോക്കാന്നുള്ളത് അറിഞ്ഞായിരുന്നു. ഇപ്പൊ വണ്ടികൾ പോകണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ എന്നാലും അത്ര അങ്ങോട്ട് സുലഭമായിട്ട് വണ്ടികൾ പോയി തുടങ്ങിയിട്ടില്ല. ഇപ്പൊ 2 സൈഡിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആവും അല്ലേ. അപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് പോകും. വീണ്ടും തിരിച്ച് നമ്മള് ഫുള്ള് റോട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. ബൈക്കുകാരും പോകണ്ട്. നേരത്തെ ഒരു ബൈക്കുകാരൻ വന്നു എങ്ങനെയായിരുന്നു, ഫുള്ള് മുട്ടിനോടൊപ്പം വെള്ളം ഉണ്ടായിരുന്നു. അതെ, അതുപോലെ തന്നെ നമ്മളിപ്പോ ഇതിൽ പോകുമ്പോ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയിൽ പോകുമ്പോൾ കുഴപ്പമില്ല. ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഒരു 2 കിലോമീറ്റർ നടന്നോടാ നമ്മള്. അപ്പൊ നടന്നപ്പോ അവിടുത്തെ ഒരു ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ചെറിയ പേടി സ്വപ്നം തന്നു. എന്തായിരുന്നത്? മൊബൈലില് ലൈറ്റ് ഓൺ ചെയ്തിട്ട് പൊക്കോ, ഈ പാമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ചെയ്യുന്നത് അവരെ നാട്ടുകാർ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണ്. ബൈക്കിൽ പോകുമ്പോ ഒന്ന് സൂക്ഷിച്ച് കണ്ട് നടന്നു. അത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇല്ല, പറഞ്ഞപ്പോ പിന്നെ നമ്മള് ശ്രദ്ധിക്കേണ്ട ആവശ്യമായി. പിന്നീട് എനിക്ക് നമ്മള് ലക്ഷ്യസ്ഥാനത്ത് വണ്ടിയുടെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായ ഒരു കാര്യം. എന്താണെന്നറിയോ? പാമ്പെന്ന ആൾ ഉദ്ദേശിച്ചത് നമ്മളുടെ ആൾക്കാരടിച്ച് വിറ്റായിട്ട് പാമ്പായിട്ട് നടക്കണ്ടത് അതായിരിക്കും. അയ്യോ, വണ്ടിയുടെ ഉള്ളിൽ മൊത്തം മിസ്റ്റായി. നോക്കിയാ നീ, ഗ്ലാസ് ഒക്കെ അടഞ്ഞു, വെള്ളത്തിക്കടെ പോയിട്ടാവും അല്ലേ. അപ്പൊ എന്തായാലും നമ്മള് അവിടുന്ന് പുള്ളു പാടത്തുനിന്ന് ഇങ്ങനെ നേരെ കേറി വന്ന് ഇനി നമ്മൾ മനക്കൊടി വളവിന്റെ അവിടെ ചെന്ന് കയറും കേട്ടോ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ തൊട്ട് ഇവിടെയൊക്കെ നിറച്ചും ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ആയി ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പോട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കാനും അതുപോലെ കാറ്റ് കൊള്ളാനും ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് പുള്ളു എന്ന് പറയുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് വരാറുള്ള ഒരു സ്ഥലം. ഇപ്പോൾ കുറേ നാളായി വന്നിട്ട്, ഈ 2 മാസത്തിനുള്ളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. വെള്ളം നിറഞ്ഞു കിടക്കുമ്പോഴാണ് ഏറ്റവും ഭംഗി. അപ്പോൾ തൃശ്ശൂരിൻ്റെ തൊട്ടടുത്തൊക്കെയുള്ള ആൾക്കാർ ഈ വശത്തേക്ക് വൈകുന്നേരമൊക്കെ ഒന്ന് ഇറങ്ങി ഒരു ദിവസങ്ങളൊക്കെ വന്ന് ഒന്ന് കണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമായിരിക്കും അത്.